السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും മനസ്സമാധാനവും നൽകുന്ന, ഒരുപാട് ആളുകൾ ടെൻഷനുകളൊക്കെ മാറ്റിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് മാസം 1-ാമത്തെ ദിവസമാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ പുണ്യങ്ങളുടെ പൂക്കാലമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരൊക്കെ അടിവരയിട്ട് നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 6 സൽക്രമങ്ങളുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് ദിക്ർ ചൊല്ലിയാൽ മതി, സ്വലാത്ത് ചൊല്ലിയാൽ മതി, അതുപോലെ തന്നെ ചില സൂറത്തുകളൊക്കെ ഓതിയാൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 6 സൽക്രമങ്ങളുണ്ട്. ഈ 6 സൽക്രമങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്തു കഴിഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 സൂറത്തുകളും നമ്മൾ നിരന്തരമായി ഓതണം. ഓതിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഏതൊക്കെയാണ് 6 കാര്യങ്ങളെന്നും ഏതൊക്കെയാണ് ആ 2 സൂറത്തുകളെന്നും വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ പവിത്രമായ മാസത്തിൽ പ്രത്യേകം നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് ഈ മാസം ഓതണമെന്ന് പറയാനുള്ള കാരണം? സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ മാസത്തിൽ നമ്മൾ സൂറത്തുൽ ഹജ്ജ് ഓതിയിരിക്കണം. ഇത് ഹജ്ജിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഹജ്ജ് സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യാതെ അവൻ മരിക്കുകയില്ല എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം എന്താ? ഹജ്ജ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ സാമ്പത്തികമായ വരുമാനമൊന്നുമില്ല, സാമ്പത്തികമായ മോശമാണ്, പ്രയാസാണ്, എന്നാലും ഹജ്ജ് സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. മഹാന്മാര് പറയുന്നുണ്ട്, 3 ദിവസം കൂടുമ്പോ ഒരാൾ സൂറത്തുൽ ഹജ്ജ് പതിവാക്കി കഴിഞ്ഞാൽ ആ കൊല്ലം തന്നെ അവനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 7 പ്രാവശ്യം സൂറത്തുൽ ഹജ്ജ് ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നുള്ളതാണ്. മാത്രല്ല, ആരാണോ അവനിക്ക് സിഹിർ ചെയ്തത് അവനിക്ക് നാശം സംഭവിക്കുന്നുള്ളതാണ്, അവനിക്ക് ജീവിതത്തിൽ പരാജയം സംഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് സിഹിറുള്ള ആളുകളൊക്കെ, സിഹിറിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകളൊക്കെ സൂറത്തുൽ ഹജ്ജ് 7 പ്രാവശ്യം ഓതുക. അതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മൻ ഖറഅ സൂറത്തുൽ ഹജ്ജ്, ഒരാൾ സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ ഉഅ്തിയ മിനൽ ഹജ്രി കഹജ്ജത്തിൻ ഹജ്ജഹാ, ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. മാത്രമല്ല ഉംറത്തിൻ, ഉംറ ചെയ്ത പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകും, ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് ഈ പവിത്രമായ മാസത്തിൽ ആരും സൂറത്തുൽ ഹജ്ജ് ഓതാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നാം ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പതിവാക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പ്രത്യേകം ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ സൂറത്തുൽ മുൽക്ക് പതിവാക്കുക. സൂറത്തുൽ മുൽക്ക് പതിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താ? ഖബറിൽ രക്ഷപ്പെടാന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻകർ നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ നമ്മൾ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ആ ചോദ്യം ചെയ്യൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് നല്ലതാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ മഹ്ശറയിൽ നമ്മൾക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ശുപാർശകനായി വരും.
സൂറത്തുൽ മുൽക്കിന്റെ കാരണം കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുകൊണ്ട് ഈ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിൽ സൂറത്തുൽ മുൽക്ക് പ്രത്യേകം പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇജാബത്ത് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രാർത്ഥനക്കും ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇപ്പൊ 2 സൂറത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ സൂറത്തും ദിക്റുകളും മാത്രമല്ല, വേറൊരു 6 കാര്യങ്ങൾ ഈ മാസം പ്രത്യേകം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം കേട്ടോ, വമൻ തസദ്ദഖ ഫീ ഹാദിഹിൽ അയ്യാമിൽ അസ്ർ, ഈ പവിത്രമായ 10 ദിവസങ്ങളിൽ ഒരാൾ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ തസദ്ദഖ അലാ അംബിയാഇഹി വറുസുലിഹി, അല്ലാഹുവിന്റെ അംബിയാക്കൾക്ക്, അല്ലാഹുവിന്റെ മുർസലീങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇപ്പൊ നമുക്ക് പ്രവാചകന്മാർക്ക് സ്വതക്ക ചെയ്യാനൊന്നും സാധിക്കൂല. കാരണം എന്താ? പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ഉണ്ടെങ്കിൽ പോലും അവരെ നമ്മൾക്ക് കാണാൻ കഴിയൂല. അപ്പൊ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്വതക്ക ചെയ്യാൻ കഴിയൂല. എന്നാൽ ഈ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഒരാൾ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അമ്പിയാക്കൾക്ക് സ്വതക്ക ചെയ്ത, മുർസലീങ്ങൾക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. മാഷാ അല്ലാഹ്. രണ്ടാമത് നാം ചെയ്യേണ്ട സൽക്രമം, വമൻ ആദ ഫീഹാ മരീലൻ ഫകഅന്നമാ ആദ ഔലിയാ അല്ലാഹ്, ഒരു രോഗിയെ ഈ പവിത്രമായ 10 ദിവസങ്ങളിൽ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ, രോഗിയെ സന്ദർശിക്കല് എല്ലാ ദിവസവും സുന്നത്താണ്. ദുൽഹജ്ജ് മാസത്തിൽ എന്നല്ല, അല്ലാത്ത ദിവസങ്ങളിലും രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും നമ്മൾക്ക് വേണ്ടി തൗബ ചെയ്യുമെന്നും ഒക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പ്രത്യേകം ഒരാൾ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, അത് ആരും ആകാം, അയൽവാസിയാകാം, എളാപ്പയാകാം, മൂത്താപ്പയാ, കുടുംബത്തിലുള്ള ആരും ആകാം, ഫ്രണ്ട്സ് ആകാം, ഉസ്താദുമാരാകാം, അധ്യാപകരാകാം, ടീച്ചർമാരാകാം, ആരുമാകാം, നമ്മൾ അവരെ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സന്ദർശിച്ച പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ സന്ദർശിക്കുന്നത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതിന് പ്രത്യേകം കൂലിയുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദുൽഹജ്ജ് മാസത്തിൽ ഒരാള് ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഔലിയാക്കളെ സന്ദർശിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, വമൻ സയ്യ ജനാദതൻ ഫകഅന്നമാ സയ്യ ജനാദത ശുഹദാഇഹി, ഈ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഒരാള് ജനാദ സംസ്കരണത്തിന് പങ്കെടുത്തു. നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലി, ഖുർആൻ ഓതി, മയ്യത്ത് നിസ്കാരത്തിൽ പുരുഷന്മാരൊക്കെ പങ്കെടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ശുഹദാക്കളുടെ ജനാദ സംസ്കരണത്തിന് പങ്കെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇതിപ്പോ ചില ആളുകളൊക്കെ ജനാദ സംസ്കരണത്തിനാണെന്ന് പറഞ്ഞു പോകും, മരിച്ച വീട്ടിലേക്കാണെന്ന് പോകും, എന്നിട്ട് അവിടെ എത്തിയിട്ടാണ് എല്ലാ കഥകളും, നമ്മളെ ബിസിനസിന്റെ കാര്യം പറയലും മറ്റുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ പറയല്. മരിച്ച വീട്ടിൽ ചെന്നാൽ അതല്ല പറയേണ്ടത് എൻ്റെ ഉമ്മമാരെ. മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കഥകളല്ല പറയേണ്ടത്, അവിടെ ഖുർആൻ ഓതുകയാണ്, മയ്യത്തിന്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, മയ്യത്തിന് വേണ്ടി ദിക്ർ ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോയി അനാവശ്യമായ സംസ്കാരങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത് നമ്മൾ ചെയ്യേണ്ട സൽക്രമം, വമൻ കസാ മുഅ്മിനൻ കസാഹുല്ലാഹു തആല മിനൽ ജന്ന, ഒരു മുഅ്മിനായ മനുഷ്യന് വസ്ത്രം വാങ്ങി കൊടുക്കുക. പെരുന്നാളാണ് വരുന്നത്, പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും, അയൽവാസികളിലും കുടുംബക്കാരിലൊക്കെ ഉണ്ടാവും, അവർക്കൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, ഉമ്മാക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, ഭാര്യക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, ഒപ്പം ഭാര്യന്റെ ഉമ്മാക്കൊരു ഡ്രസ്സ് വാങ്ങുക, ഭാര്യന്റെ ഉപ്പാക്ക് വാങ്ങുക. അതുപോലെ തന്നെ അയൽവാസികൾക്ക് സമ്പത്തില്ലാത്തവരാണെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെ പാവപ്പെട്ടവരെ ഒരാൾ സഹായിച്ചു, പാവപ്പെട്ട ഒരാൾക്ക് ഒരാൾ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്താൽ, ഈ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഡ്രസ്സ് അവനിക്ക് അല്ലാഹു കൊടുക്കുമെന്നുള്ളതാണ്. സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം ദുൽഹജ്ജ് 1-ാമത്തെ ദിവസം വാങ്ങിക്കൊടുത്തു, 2-ാമത്തെ ദിവസം വാങ്ങിക്കൊടുത്തു, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ 10 ദിവസവും തുടർച്ചയായി ചെയ്യുക. അല്ല, ഒരു ദിവസമാണോ കഴിയുമെങ്കിൽ ഒരു ദിവസം ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ട സൽക്രമം, വമൻ ലതഫ ഫീഹാ ബിയതീമിൻ ലതഫല്ലാഹു ബിഹി ഫിൽ ഖിയാമത്തി തഹ്ത ദില്ലി അർശിഹി, യതീം മക്കൾക്ക് കരുണ ചെയ്യുക.
ഒരുപാട് എത്തി മക്കളുണ്ടാവും, ഉമ്മി ഇപ്പി മരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ സഹായിക്കുക, അവരെ തലോടുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. അങ്ങനെ എത്തി മക്കളെ സഹായിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് റഹ്മത്ത് ചെയ്യും. എന്തുകൊണ്ട്? അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്യത്ത് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ ഈ സംസാരിക്കുന്ന ഞാൻ തള്ളി വിടുന്നല്ല, എന്റെ അഭിപ്രായം പറയുന്നില്ല. ഇത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുപോലെ ആറാമത് നാം ചെയ്യേണ്ട സൽക്രമം വമൻ ഹളറ മജ്ലിസൻ മിൻ മജാലിസിൽ ഇൽമി ഫകഅന്നമാ ഹളറ മജ്ലിസൽ അംബിയാ. ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ പവിത്രമായ മാസത്തിൽ നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് 1 മണിക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിക്ർ ദുആ മജ്ലിസ് രാവിലെ 6 മണിക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല മജ്ലിസിലൊക്കെ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മജ്ലിസ് നൂറിന് പങ്കെടുത്തു. അവിടെയുള്ള ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം സുബ്ഹാനല്ലാഹ് അംബിയാക്കളുടെ മജ്ലിസിൽ പങ്കെടുത്ത പ്രതിഫലമാണ്. നമുക്കിപ്പോ അമ്പിയാക്കളുടെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമൊന്നുമില്ല. കാരണം ഹബീബായ തങ്ങളെ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല, മൂസാ നബിയുടെ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് അവരെ കാണാനും സാധ്യമല്ല എന്നുള്ളതാണ്. സ്വപ്നത്തിലൊക്കെ കാണാം. നല്ല ഈമാനും നല്ല തഖ്വയൊക്കെ ഉള്ള ആളുകൾക്ക് ഉണർവിൽ തന്നെ റസൂലുള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഏതായാലും ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ അമ്പിയാക്കളുടെ മജ്ലിസിൽ പങ്കെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഈ പറഞ്ഞ 2 സൂറത്തുകളും ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഈ പവിത്രമായ മാസത്തിൽ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് മനസ്സ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ, ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നിനക്കറിയാം. എല്ലാ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. സർവ്വ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മാനസികമായ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. നാളെ പാരത്രിക ലോകത്ത് ഇതൊക്കെ ഒരു മുതൽ കൂട്ടായി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ 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 ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. മക്കളിൽ ബറക്കത്ത്, കുടുംബത്തിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 6 മണിക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.